ഹലോ എവരി വൺ. കുറേ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹി ഗോ ടു സ്കൂൾ എവരിഡേ. പക്ഷേ ഈ സെന്റൻസ് തെറ്റല്ലേ? തെറ്റാണ്. ദ കറക്റ്റ് സെന്റൻസ് ഈസ് ഹി ഗോസ് ടു സ്കൂൾ എവരിഡേ. അതായത് നമ്മൾ ഈ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ ഈ വെർബിന് ശേഷം എസ് ആഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഗോ എന്നുള്ളതാണല്ലോ വെർബ്, അപ്പോൾ അവിടെ എസ് ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ഉദാഹരണം പറയണോ? ഓക്കെ, പറയാലേ. ഷീ പ്ലേസ് ഫുട്ബോൾ. ഇനി നമുക്ക് അടുത്ത കോമൺ മിസ്റ്റേക്ക് നോക്കാം അല്ലേ. ചില ആളുകൾ പറയുന്നു ഐ ആം അഗ്രി വിത്ത് യു എന്ന്. ഇത് തെറ്റാണ്. ഇതെങ്ങനെയാണ്? കറക്റ്റ് സെൻറ്റൻസ് എന്താണ്? ഐ അഗ്രി വിത്ത് യു ആണ്. അതെന്താണ് അങ്ങനെ? അഗ്രി എന്നുള്ളത് ഓൾറെഡി ഒരു വെർബാണല്ലോ, അതുകൊണ്ട് പിന്നെയും നമ്മൾ ആം എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്ന കേട്ടോ. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താ നോക്കാം. ചില ആളുകൾ പറയുന്നു ഷീ വെരി ഹാപ്പി എന്ന്. പക്ഷേ ഇതും തെറ്റാണല്ലോ. അപ്പോൾ എന്താണ് കറക്റ്റ്? ഷീ ഈസ് വെരി ഹാപ്പി. അതെങ്ങനെ? ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണയായിട്ട് ഈസ്, ആം, ആർ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പം ഷീ വെരി ഹാപ്പി, അവിടെ ഒരു ഈസോ അതൊക്കെ ഇട്ട് കൊടുക്കുക നല്ലതാണെന്നാണ് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ടയേർഡ്. നോ, ലിസൺ കെയർഫുള്ളി. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണ്ടോ. കാരണം നാലാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് ധാരാളം പേരുകൾ, ധാരാളം ആളുകൾ നടത്തുന്നതാണ്. പക്ഷേ പലർക്കും ഇതറിയില്ല. ഇതൊരു മിസ്റ്റേക്കാണെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രം അറിയാൻ സാധ്യത. ഇത് നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ടിപ്പാണ്. ഓക്കെ, പറയാം. സം പീപ്പിൾ സേ വി ഡിസ്കസ് അബൌട്ട് ദ പ്രോബ്ലം. ഇവിടെ ഇപ്പം എന്താ കുഴപ്പം അല്ലേ? പക്ഷെ ഇത് തെറ്റാണ്. ദ കറക്റ്റ് സെൻറ്റൻസ് ഈസ് വി ഡിസ്കസ് ദ പ്രോബ്ലം. യഥാർത്ഥത്തിൽ ഡിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നാണല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ആദ്യം പറഞ്ഞതിൽ എബൌട്ട് എന്ന് ചേർത്തത് അല്ലേ? അപ്പം എബൌട്ട് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഡിസ്കസ് എന്നതിന് തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക, ടോക്ക് അബൌട്ട് എന്നൊരർത്ഥം വരുന്നുണ്ട്. പിന്നെയും നമ്മൾ എബൌട്ട് കൂട്ടിച്ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് മിസ്റ്റേക്കാണ്. ചില ആളുകൾ പറയുന്നു ഐ വിൽ റിട്ടേൺ ബാക്ക് ടുമാറോ. ഇത് ശരിയാണോ? ഞാൻ നാളെ തിരിച്ചു വരുന്നേ. ഇതും തെറ്റാണ്. കാരണം ദ കറക്റ്റ് സെൻറ്റൻസ് ഈസ് ഐ വിൽ റിട്ടേൺ ടുമാറോ. എന്താ വെച്ചാൽ ഈ റിട്ടേൺ എന്നതിനക്ക് ഓൾറെഡി ഒരു ഗോ ബാക്ക്, തിരിച്ചു വരിക എന്നർത്ഥം ഉണ്ടല്ലോ. പിന്നെയും നമ്മൾ അവിടെ ബാക്ക് എന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു നോക്കിയാലോ. ഹി ഗോസ് ടു സ്കൂൾ, ഐ അഗ്രി വിത്ത് യു, ഷീ ഈസ് വെരി ഹാപ്പി, വി ഡിസ്കസ് ദ പ്രോബ്ലം, ഐ വിൽ റിട്ടേൺ ടുമാറോ. ഇനി നിങ്ങൾ കമൻറ്റിൽ എന്നോട് പറ, എന്ത് മിസ്റ്റേക്കാണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളത്? ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? യെസ് ഓർ നോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂടുതൽ സിമ്പിൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടും ഇങ്ങനെ സിമ്പിൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടും കുറേ ടിപ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.